അസ്സലാമലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദി പ്രവാസികളുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ടോ അതെല്ലാവർക്കും ഷെയർ ചെയ്തോളി. സൗദി അറേബ്യയിൽ പലതരത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുണ്ട്. കുടുംബം മാറ്റാൻ വേണ്ടി നാട്ടിൽ നിന്നവർ. നാട്ടിൽ പോയിട്ട് തിരിച്ച് പോയിരുന്നവരുണ്ട്. പുതിയ ദിവസമൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് നല്ലൊരു ഉപദേശം തരാനുള്ളത്, നിങ്ങളെ സമീപിച്ച് നിങ്ങളുടെ സുഹൃത്തോ അടുത്ത ആളുകളോ നിങ്ങളെ സമീപിച്ച് എന്തെങ്കിലും സാധനം നിങ്ങളെ അടുത്ത് തരികയാണെങ്കിൽ നല്ലവണ്ണം ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് മെഡിസിൻ. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരാൾ നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അടുത്ത സുഹൃത്ത്, അദ്ദേഹം ഫാർമസി ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്ത്, കുറച്ച് മൈഗ്രെയിൻ്റെ ഗുളിക കൊണ്ടുവരാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ മരുന്ന് വാങ്ങി ബില്ലും ഒക്കെ കൊടുത്തു. പക്ഷേ വീട്ടുകാർ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ നിരോധിക്കപ്പെട്ട ഗുളിക അവിടെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു, ആ മെഡിസിൻ്റെ കൂടെ, ഇതിൻ്റെ മൈഗ്രെയിൻ്റെ മെഡിസിൻ്റെ കൂടെ. വീട്ടുകാർ ചെക്ക് ചെയ്തപ്പോൾ നിരോധിക്കപ്പെട്ട ഗുളിക ഉണ്ട് അതിൽ. അങ്ങനെ എന്ത് ചെയ്ത്, ഇപ്പോൾ നാട്ടിൽ അവൻ്റെ പേരിൽ കേസ് കൊടുത്തു. ആ മരുന്ന് കൊണ്ടുവരാൻ കൊടുത്ത ആളെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് തന്നെ കയറ്റി വിട്ടു. റീഎൻട്രി നാട്ടിലേക്ക് കയറ്റി വിട്ടു. അവിടെ കേസ് ഫയൽ ചെയ്തു. ഇപ്പോൾ അവിടെ കേസ് നടക്കുകയാണ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. നിങ്ങളെ ഈ അടുത്ത സുഹൃത്തോ കുടുംബക്കാരനോ ആരായാലും ശരി, നിങ്ങളുടെ അടുത്തേക്ക് എന്ത് സാധനം കൊണ്ടുവരാനും ശരി, നിങ്ങൾ ചെക്ക് ചെയ്യുക. അല്ലാതെ നിങ്ങളൊരു സാധനം കൊണ്ടുവരുന്ന സുഹൃത്തുക്കളെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകും. പിന്നെ പലതരത്തിലുള്ള ശിക്ഷ ആയിരിക്കും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക, മറക്കണ്ട. എത്ര അടുത്ത സുഹൃത്താലും ശരി, നിങ്ങളൊരു സാധനം കൊണ്ടുവരുമ്പോൾ നല്ലവണ്ണം ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കുക. ഒന്നും വരാനില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയാം. ഒന്നും വരാനില്ല. മറക്കണ്ട. എന്ത് സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.